ആറ്റിങ്ങലിലെ തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുകയാണ്. NDA സ്ഥാനാർത്ഥിയുണ്ട്. എങ്ങനെയുണ്ട്? ഇപ്പോൾ ഒന്നാം ഘട്ടമാണ്. പദയാത്രകൾ നടത്തുന്നു. വ്യത്യസ്തമായി പ്രത്യേക ഒരു പരിപാടിയാണ്. പദയാത്രകൾ നടത്തി ആളുകളിലേക്ക് ഇറങ്ങുന്നു. ഫീൽഡ് പ്രചരണത്തിന് മുന്നോടിയായി എങ്ങനെയുണ്ട്? വളരെ നല്ല പ്രതികരണം ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് എല്ലാ പ്രദേശങ്ങളിലും പോയിട്ടുള്ള മുഴുവൻ പ്രദേശങ്ങളിലും വളരെ അനുകൂലമായിട്ടുള്ള പ്രതികരണമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് പദയാത്രകൾക്ക് വലിയ സ്വീകരണമാണ് ലഭിക്കുന്നത്. അത് ജനങ്ങളുടെ ഇടയിൽ നരേന്ദ്രമോദി സർക്കാരിനോടുള്ള ജനപ്രീതി, ആ ജനപ്രീതി കൂടി വ്യക്തമാക്കുന്നതാണെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. 3 വികസന പ്രവർത്തനങ്ങളാണ് പ്രധാനമായും മണ്ഡലത്തിൽ വേണമെന്ന് ആളുകൾ തന്നെ പറയുന്നത്. ഒന്ന്, മുതലപ്പൊഴിയിലെ പ്രശ്നം. ഈ പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികൾ, അത് കേന്ദ്രമന്ത്രി തന്നെ ഇവിടെ വന്നൊരു സാഹചര്യം കൂടിയുണ്ട്. എങ്ങനെ അത് പരിഹരിക്കാം എന്ന് ആളുകൾക്ക് നമ്മൾ പറയുകയും അത് പരിഹരിക്കാനുള്ള നടപടി, അതായത് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് തൊഴിൽ ഉറപ്പ് വരുത്തുകയും അതോടൊപ്പം അവരുടെ ജീവിതത്തിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്തുകയും ചെയ്യാൻ കഴിയുന്ന തരത്തിൽ ആയിരിക്കണം മുതലപ്പൊഴിയിൽ ഏത് തരത്തിലുള്ള വികസനവും ഉണ്ടാകേണ്ടത്. ഇതാണ് കേന്ദ്ര സർക്കാരിൻ്റെ അടിസ്ഥാന തത്വം. അതിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ ഈ പദ്ധതി രൂപകൽപ്പന ചെയ്യണം എന്നുള്ളത് ഇവിടുത്തെ ആളുകളുടെ കൂടി അഭിപ്രായം ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇവിടെ അത് നടപ്പിലാക്കൂ. ഈ 2 റെയിൽവേ സ്റ്റേഷൻ, പ്രധാന 2 റെയിൽവേ സ്റ്റേഷനുകൾ ചിറയൻകീഴും ആറ്റിങ്ങലും, ഇതിൻ്റെ വികസനം വളരെ പ്രധാനമാണല്ലോ ആറ്റിങ്ങൽ മണ്ഡലത്തെ സംബന്ധിച്ച്. അതെങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഈ 2 റെയിൽവേ സ്റ്റേഷനുകൾ മാത്രമല്ല, വർക്കല തൊട്ട് അല്ലെങ്കിൽ കാപ്പിൽ തൊട്ട് ഇങ്ങേ അറ്റം വരെയുള്ള എല്ലാ റെയിൽവേ സ്റ്റേഷനുകളുടെയും ഈ റെയിൽവേ സ്റ്റേഷനുകളൊക്കെ നേരിടുന്ന പ്രശ്നങ്ങൾ നേരിട്ടവിടെ സന്ദർശിച്ച് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടുത്തെ ആളുകളുടെ അഭിപ്രായം ആരാഞ്ഞിട്ടുണ്ട്. അത് മുഴുവൻ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ് തിരഞ്ഞെടുക്കപ്പെട്ടാൽ നടത്തുമെന്ന് ഞാൻ ജനങ്ങൾക്ക് ഉറപ്പ് നൽകാൻ ആഗ്രഹിക്കുന്നു. വർക്കലയിലെ ടൂറിസം സാധ്യതകളാണ്. ഒരു കേന്ദ്ര പാക്കേജൊക്കെ വന്നാൽ ഒരു അത്ഭുതകരമായ ഒരു വികസനം നടക്കേണ്ട ഒരു സ്ഥലമാണ് വർക്കല. അവിടെ എങ്ങനെയാണ് മിനിസ്റ്റർ കാണുന്നത്? വർക്കല വളരെ വലിയ ടൂറിസം സാധ്യതകളുള്ള സ്ഥലമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിൽ അടക്കമുള്ള മറ്റ് ചില ബീച്ചുകൾക്ക് കിട്ടിയിട്ടുള്ള ബ്ലൂ ടാഗ് അതടക്കം വർക്കല കിട്ടിയിട്ടില്ല. അപ്പോൾ വർക്കലയുടെ ഈ ടൂറിസത്തിൻ്റെ സാധ്യതകൾ വികസിപ്പിക്കാൻ ഒരു സമഗ്രമായിട്ടുള്ള ഒരു ടൂറിസം വികസന പദ്ധതി, ആ വികസന പദ്ധതി ആവിഷ്കരിക്കപ്പെടും. വർക്കല തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് എത്താവുന്ന തരത്തിൽ ഏതൊക്കെ മാർഗങ്ങൾ അതിനു വേണ്ടിയിട്ട് സ്വീകരിക്കാൻ കഴിയും എന്നുള്ളത് പരിശോധിക്കും. ഇപ്പോൾ ഉള്ളത് ആകെ റോഡ് മാർഗമാണ്. ജലമാർഗം സാധിക്കുമോ? നമ്മുടെ കായലുകളിലൂടെ ഇൻലൻഡ് വാട്ടറിലൂടെയുള്ള സഞ്ചാരം സാധിക്കുമോ? അങ്ങനെയുള്ള വിവിധ സാധ്യതകൾ, ഈ സാധ്യതകൾ പൂർണ്ണമായിട്ടും പ്രയോജനപ്പെടുത്താവുന്ന തരത്തിലുള്ള ഒരു പദ്ധതി ജനങ്ങളുടെ കൂടി അഭിപ്രായം ആരാഞ്ഞുകൊണ്ട് സ്വരൂപിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നടക്കുന്ന 2-3 ആരോപണങ്ങൾ പദയാത്രകളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല. ഒന്ന്, വി ജോയ് ആരോപിക്കുകയാണ് പണവും മദ്യവും ഉപയോഗിച്ച് കഴിഞ്ഞ തവണ ഒരു ഇൻഫ്ലുവൻസ് ഇവിടെ ഉണ്ടാക്കിയെന്ന് കോളനികളിലൊക്കെ UDF സ്ഥാനാർത്ഥി. അങ്ങനെ ഒരു ആരോപണം കേന്ദ്രമന്ത്രി അല്ലെങ്കിൽ NDA സ്ഥാനാർത്ഥിക്കുണ്ടോ? പണവും മദ്യവും കോളനികളിൽ വിതരണം ചെയ്ത് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചു. അല്ല, ഇതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങൾ. ഞങ്ങൾ ഏതായാലും അത്തരം കാര്യങ്ങൾ ചെയ്യുന്നില്ല. അല്ല, ഞങ്ങൾ ചെയ്യുന്നില്ല. മറ്റാരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ട ഏജൻസികൾ കണ്ടുപിടിക്കും.